അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ മുലക്കണ്ണ് ഇച്ചിരി ഉള്ള അങ്ങനെയല്ല, കുറച്ച് മുലക്കണ്ണുള്ളത് ഭയങ്കര വികാരം വരുമ്പോ ഇങ്ങനെ കൂർത്തു നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ ചീർത്തിരിക്കണേ, അത് ഭയങ്കരമായിട്ട് വികാരം വരില്ലേ? ചേച്ചിക്ക് വരികയില്ല? അതിന് വേണ്ടേ? ഇല്ല ബിജി, നിന്റെ മാർക്കറ്റ് വലിയ കുറഞ്ഞു അല്ലേ? കുറവാണ്, ആളുകൾ തീരെയില്ല. എന്താക്കാ? ചേച്ചിയുടെ മുലയിൽ ഒഴിച്ച് തരട്ടെ മൂത്രം? ബ്ലോക്കടിച്ചേ. ഞാനും പോവാണേ ചേച്ചി. നിങ്ങൾ പോവാ? ആഹാ, എല്ലാരും പോവാണോ? ഞാനും ആശുപത്രി ചേച്ചി മാത്രം. കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ലെന്ന്? എന്തത് കണ്ടില്ലേ? നണ പറയണ്ട. കണ്ടിട്ടൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ല എന്ന് നീ പറയണ്ട. കഴുത്തിൽ 1-2 മാല കിടക്കുന്നത്, അതിലൊരെണ്ണം എനിക്ക് തരണം കേട്ടോ. ആ പിന്നെ ഓ, ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാട്ടാ. ഒരു സ്വർണം പോലും എനിക്കില്ലായിരുന്നു, അറിയോ? ഒരു സ്വർണം പോലും. ആ, ഞാൻ ഇവിടെ ദുബായിൽ മേടിച്ച 5 വർഷം കൊണ്ട്. പക്ഷെ മോതിരമൊന്നും ഞാൻ മേടിച്ചല്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് അത്. ഈ 3 എനിക്കൊരു മോതിരങ്ങൾ ഒരുപാടുണ്ട്. 10-12 മോതിരമുണ്ട്. ഞാൻ ആ ഒരു മോതിരം മേടിച്ചോണ്ട് ചെയ്തത്. ബാക്കിയൊക്കെ എൻ്റെ കസ്റ്റമേഴ്സ്. ബാക്കി 11 മോതിരം കസ്റ്റമേഴ്സ് മേടിച്ചത്. ഇതൊക്കെ ഞാൻ മേടിച്ചോട്ടെ. മാലയൊക്കെ ഇതൊക്കെ ഞാൻ മേടിച്ചത് എൻ്റെ കയ്യിലെ കാശ് കൊണ്ട്. ദേ ഈ പാസറും ഞാൻ മേടിച്ചതാണ്. അതൊക്കെ ഞാൻ മേടിച്ചതാണ്. മോതിരം മാത്രം കസ്റ്റമേഴ്സ്. ഫസ്റ്റ് മാല എവിടെ നിന്നാ വാങ്ങിയേ? ഫസ്റ്റ് ഇതല്ലേ? ഇത് ദുബായിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. പണിക്കൂലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ മാല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് നൗഷാദ് വന്ന് ഇങ്ങനെ മാല നമ്മൾ എന്നും വഴക്കൂടും. ചേച്ചിയുടെ ബോയ് ഫ്രണ്ടും നൗഷാദ്ക്കാ. പിന്നെ ബിജി ഞാൻ ഇപ്പോൾ വരാം കിച്ചണിലാണ്. ഓക്കെ ചേച്ചി. അപ്പം ഞാനും ചേച്ചിയുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് നമ്മൾ വഴക്കൂടുമ്പം അവൻ എൻ്റെ ഈ റൂമിൽ വരും. ഈ റൂമിൽ തന്നെ വന്നിട്ട് എന്നെ പിടിച്ച് ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പോൾ ഈ മാല കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പം മാല വലിഞ്ഞ് ഇത്ര ആയതാ. ഇത്രയായി. ഇങ്ങനെ ഉണ്ടായിരുന്ന മാലയായിരുന്നു. ഇങ്ങനെയായിരുന്നു മാല. അത് അവൻ ഇങ്ങനെ വലിച്ച് വലുതാക്കി. അത്ര വട്ടം പൊട്ടിയിരുന്നു പറയും ഈ മാല. ഇത് എൻ്റെ മാലയായിരുന്നു. ഞാനത് നൗഷാദിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത മാലയാണ്. ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ മാല, ഇത് 2 പവനുണ്ട്. ഞാൻ ബഹ്റൈനിൽ നിന്ന് കാശുണ്ടാക്കി അവിടെ നിന്ന് ബഹ്റൈനിൽ നിന്ന് മേടിച്ച മാലയാണ്. അവന് മേടിച്ച മാലയത്. അവൻ്റെ കഴുത്തിലായിരുന്നു ഈ മാല. ഞങ്ങൾ ലാസ്റ്റ് ബന്ധം പിരിഞ്ഞപ്പോൾ 1 വർഷമായി പിരിഞ്ഞപ്പം എനിക്ക് തന്നിട്ട് പോയതാണ് എൻ്റെ മാല. ഇതിപ്പോൾ എൻ്റെ കഴുത്തിൽ. ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കഴുത്തിൽ. എടുത്തോണ്ടിരിക്കും. പണിക്കൂലിയില്ല. അതിലൊരു ലോക്കറ്റ് വാങ്ങണേ. ലോക്കറ്റ് ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ. ഇന്ന് നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? വിഷമമുണ്ടോ ബിജി? കുട്ടൂസൻ എന്തിന്? ബോയ് ഫ്രണ്ട് പോയാലോ? തേപ്പ് എല്ലാവർക്കും കിട്ടും. ഞാനും പോകുന്നു. തേപ്പ് കിട്ടാത്തവരൊന്നും ആരും ഇല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും തേപ്പ് കിട്ടും. മുക്കാപ്പൻ അരപ്പവന് കൂടുതലുണ്ട്. മുക്കാപ്പവനുണ്ട്. എനിക്ക് 10-25 പവനുണ്ട് എനിക്ക് എല്ലാം കൂടെ. എനിക്ക് ഏകദേശം മൊത്തം എത്ര പവനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മോതിരമുണ്ട് എനിക്ക്. അതെങ്ങനെ പോയാലും എല്ലാം കൂടെ കൂട്ടിയൊരു 1-2 പവനങ്ങനെ കാണുമായിരിക്കും.
പിന്നെ പാദസരം കാലി കിടക്കുന്നത് 3 പവനാണ്. അങ്ങനെ 6, പിന്നെ 7, 8, 7, 8, പിന്നെ 9, 10. എനിക്ക് മാത്രം കേട്ടോ, എനിക്ക് മാത്രം പറയുകയാണെങ്കിൽ 10, 12 പവൻ കാണും. മക്കളുടെ എല്ലാവരോടും കൂട്ടിയിട്ട് അമ്മച്ചിക്ക് മേടിച്ചു കൊടുത്തതും മക്കൾക്ക് മേടിച്ചു കൊടുത്ത എല്ലാം കൂടെ എങ്ങനെ പോയാലും 10, 20 മേടിക്കണം. പിന്നെ കമ്മൽ വരണുണ്ട്, അത് ഏകദേശം 12, 2 കോടി കമ്മലുണ്ട്. പിന്നെ അച്ചു അങ്ങനെ 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 അങ്ങനെ. എന്നിട്ട് ചേച്ചിയും, എന്നിട്ട് കേക്കിട്ടാ, എന്നിട്ട് ഉറങ്ങിക്കോ. ഞാൻ ചിലപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങും. ഒരു ഗിഫ്റ്റ് നിനക്ക് ഞാൻ തരാം. അയ്യോ വേണ്ട, താങ്ക് യു. ധാര WW എന്ത് ധാര WWE ബ്രോസ് WWE. താങ്ക് യു. ആഹാ, ഫസ്റ്റ് ഒരു ലെവലാണല്ലോ. ഒരു ലെവൽ മാത്രമേ ഇതിൻ്റെ കാര്യമുണ്ട് കേട്ടോ. ഒരു 5, 3 ഒരു ലെവലായിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 5, 3 ലെവലൊക്കെ ആവണം. എന്താ വേണ്ട വേണ്ട പറഞ്ഞത്? ഓ പിന്നെ 20 ശ്രീജിത്ത്. എനിക്കൊന്നും വേണ്ട. ഈ റോബോട്ടിനെ പിടിച്ചൊന്ന് ബ്ലോക്ക് അടിച്ചു ചേച്ചി. കുറേ നേരമായി മരുന്ന് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ആ റേസിക്ക അത് മാറ്റിയില്ല. റേസിക്ക എനിക്ക് തന്ന ഞാനൊരു ഐഡിയ ചോദിച്ചതായിരുന്നു. കഷ്ടം.